ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നും പറയേണ്ട, വർക്കും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷനും തിരക്കുകളൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് നമ്മുടെ എമ്പുരാൻ കണ്ടു. മലേഷ്യയിൽ ഇന്നലെയാണ്, മിനിഞ്ഞാന്നാണ് ബേസിക്കലി റിലീസായത്. ശനിയാഴ്ച, ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ഞായറാഴ്ച. അപ്പം ഞാൻ കണ്ട ലൂസിഫർ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ മലേഷ്യയിലെ വേർഷൻ എങ്ങനെയുണ്ടെന്ന്. മലേഷ്യയിൽ ബേസിക്കലി കട്ട് ചെയ്തിട്ടുള്ള വേർഷനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയില്ല, ഞാൻ ഇന്ത്യയിലെ വേർഷൻ കണ്ടിട്ടില്ല, നമ്മൾ റിലീസിൻ്റെ അന്നുള്ള വേർഷൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയാലോ, പൊളിറ്റിക്കൽ കോലാകലഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്തല്ലോ. ആരും പറയാതെ തന്നെ അവർ തന്നെ തീരുമാനമെടുത്ത് കട്ട് ചെയ്തില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ പടം കണ്ടെടുത്തോളം അടിപൊളി പടം എന്ന് പറയണം. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ സൂപ്പർ, നെക്സ്റ്റ് ലെവൽ ഡയറക്ഷൻ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു പേഴ്സണൽ ഫീൽഡിൽ ഇത്രയും ക്വാളിറ്റിയുള്ള വിഷ്വൽസും ഇത്രയും ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ ഇതുവരെ. പൃഥ്വിരാജിൻ്റെ കേപ്പബിലിറ്റി അടിപൊളി. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. കുറേ പേര് പടം മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. പടം മോശമാണെന്നും പറയാനില്ല, പടം കണ്ടിരിക്കാം. പടം അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര സെറ്റപ്പൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ ആ ഫസ്റ്റിലെ സീനൊക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞു കേട്ടു. അതായത് ട്രെയിൻ കത്തിക്കുന്ന സീൻ, ആ ഫൈറ്റ് സീൻ, പിന്നെ അതിലെന്തോ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സീനുണ്ട്, അതൊക്കെ കട്ട് ചെയ്തെന്ന് പറയുന്നത്, അതൊക്കെ നല്ല കിടിലം ക്വാളിറ്റി സീൻസാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട്. കാരണം ഇത് മൊത്തം അവർ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇറക്കിയേക്കുന്നത്. എന്നിരുന്നാൽ പോലും സിനിമ മൊത്തം എൻഗേജിങ് ആയിരുന്നു. ലാസ്റ്റിലെ ആ ഫൈറ്റ് മാത്രമാണ് എനിക്കൊരുമാതിരി ഫൈറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. ദീപക് ദേവിൻ്റെ മ്യൂസിക്കൊന്നും അങ്ങോട്ട് ചേരാത്ത രീതിയിൽ എനിക്ക് തോന്നി. ഫോറസ്റ്റ് ഫൈറ്റിലെ ആണെങ്കിലും ശരി, ലാസ്റ്റിലെ ഫൈറ്റിൻ്റെ ആണെങ്കിലും, ഇൻട്രോ ഒക്കെ ആണെങ്കിലും ആ ഒരു സിങ്ക് കിട്ടിയിട്ടില്ല. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടും നമുക്കൊരു ഗൂസ് ബമ്പ് ഉണ്ടാകുന്ന ഒരു മ്യൂസിക് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ചാപ്ര പാട്ടടിയല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് ആ ഒരു ഫീല് വരുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റിലെ ഫൈറ്റ് സീൻ വളരെ ചളിപ്പായിട്ട് തോന്നി. പൃഥ്വിരാജ് മോഹൻലാൽ മാറ്റി അടിയും. അത് എന്താണ് പറയേണ്ടത്, ആ വെഞ്ചൻസിൻ്റെ ആണ്, വൈരാഗ്യത്തിൻ്റെ ആണ്, ദേഷ്യമുണ്ട്, സംഭവമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മോഹൻലാൽ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. എന്നാൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ചുമ്മാ ഏതോ ഒരു എന്താ പറയുക സൈഡിൽ കൂടെ പോകുന്നവന്മാരെയൊക്കെ ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി അവിടെ രസമായിട്ട് നേരെ ഇരുന്നിട്ട് ചുക്ക് 2-3 വെടി വെച്ചായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നെ. പൃഥ്വിരാജ് ഓക്കെ, ആ മെയിൻ വില്ലിനെ ഇടിച്ച് പറിക്കുന്ന ഒരു സുഖമുണ്ട്, കുഴപ്പമില്ല. എന്നാലും ആ ഫൈറ്റിൻ്റെ ഒരു ക്വാളിറ്റി മാത്രം എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ബാക്കി മൊത്തം ടെക്നിക്കലി അടിപൊളിയായിരുന്നു. നമുക്ക് സിനിമയെ കുറിച്ച് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള നോളജ് ഇല്ലെങ്കിൽ പോലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, നമ്മൾ പല ഭാഷയിൽ സിനിമ കാണുന്ന ആയതുകൊണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ലാസ്റ്റിലെ ഫൈറ്റിൻ്റെ ഇത് മാത്രം. മഞ്ജു വാര്യർ, എനിക്ക് മോഹൻലാൽ തന്നതിനേക്കാളും കൂടുതൽ എന്താ പറയണ്ടേ രോമാഞ്ചിഫിക്കേഷൻ തന്നത് മഞ്ജു വാര്യറുടെ പെർഫോമൻസാണ്. മഞ്ജു വാര്യർ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ ആ സ്ക്രീൻ പ്രസൻസും കിടിലമായിരുന്നു. ഒരു മഞ്ജു വാര്യറിൻ്റെ ആ ലാസ്റ്റിൽ വന്നിട്ടുള്ളൊരു പ്രസംഗമൊക്കെ ഉണ്ടല്ലോ ആൾക്കാരുടെ അടുത്തുനിന്ന്, അത് ആ ഒരു സമയത്തുണ്ട് നല്ല ഗൂസ് ബമ്പ് ഉണ്ടായിരുന്നു. അത് കിടിലം പെർഫോമൻസ് ആയിരുന്നു. ടോവിനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന് പിന്നെ അങ്ങനെ അധികമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, വന്ന് പിടിക്കുന്നത് പോകുന്നതല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ സിനിമ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നൊരു പടം എന്നുള്ള രീതിയിൽ ഇത്രയും എന്താ പറയണ്ടേ സെറ്റപ്പായിട്ട് അവരെടുത്തു. കാരണം എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജിനെ പോലെയുള്ളത് ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഒരുപാട് നല്ല സിനിമകളുണ്ട്, സിനിമകളില്ല എന്നല്ല, പക്ഷേ ഈ ഒരു ലെവൽ, ഈ ഒരു സ്കെയിലിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഓരോ രാജ്യത്തിലെ ഷൂട്ടിംഗ് ആണെങ്കിലും സുജിത് വാസുദേവൻ്റെ ക്യാമറ കിടിലം ക്യാമറയായിരുന്നു. ഗ്രേഡിങ് ഒക്കെ പൊക്ക ഇൻ്റർനാഷണൽ ലെവൽ ക്വാളിറ്റി ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് പോയത്, ഒരു ഫോറിൻ സുഹൃത്തിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ അവൻ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കിട്ടില്ല, അവൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്വാളിറ്റി ഒരു കോംപ്രമൈസും വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഇനിയും സിനിമകൾ കാണുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറച്ചും കൂടെ ത്രില്ലിംഗ് ഒക്കെ ആക്കുമായിരുന്നെങ്കിൽ കിടിലമായേനെ. ഒക്കെ എന്തായാലും പാർട്ട് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ മലേഷ്യയിലെ ലൂസിഫറിനെ കുറിച്ചുള്ള വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.